വീട്ടിലേക്ക് വരികയാണേ. അപ്പം അവിടെ ആരെയും കാണുന്നില്ല. ഹീറോയിൻ ആകെ അപ്സെറ്റായി. എന്താടാ ഇവൻ എൻ്റെ അടുത്തൊരു ബായ് പോലും പറയാതെ പോയത് എന്ന് പറഞ്ഞ് ഫീലായിട്ട് പോകുന്നു. ദെൻ നെക്സ്റ്റ് ഡേ ആയി നമ്മുടെ ഹീറോയിൻ ഓഫീസിൽ വർക്ക് ചെയ്യണേ. ആ സമയത്ത് ആ ഡയറക്ടർ നമ്മുടെ ഹീറോ വർക്കെല്ലാം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ ഇതൊന്നും ശരിയല്ല, കൊണ്ടുപോയി ആദ്യം മുതൽ ടൈപ്പ് ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. ഹീറോയിനും ഇതിലെന്താ പ്രശ്നം എന്ന് ചോദിച്ചു. എന്ത് പ്രശ്നമെന്നോ? ഞാൻ പറഞ്ഞില്ലേ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് പ്രശ്നമില്ലെങ്കിലും നീ ആദ്യം മുതൽ ഇത് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾക്ക് പേഴ്സണലായി എന്നോട് പ്രശ്നമുണ്ടാകും, അത് ദയവ് ചെയ്ത് വർക്കിൽ കാണിക്കരുത്. നിങ്ങൾ അവൻ്റെ ഫിയാൻസി ആണെന്നല്ലേ പറഞ്ഞേ? എന്നാൽ അവനോട് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ആണെന്നാണല്ലോ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഇത്ര ഓവർ ആവുന്നത് എന്ന് ചോദിച്ചു. നീയും ഓവറാവണ്ട, അവൻ നിന്റെ പിന്നാലെ വരുന്നുണ്ടാവും. ബട്ട് അത് നിന്നെ കണ്ടല്ല, നിന്നെ കാണാൻ അവൻ്റെ എക്സ് ഗേൾഫ്രണ്ട് നിമ്മിനെ പോലെയുണ്ട്. അതുകൊണ്ടാണ് നിന്റെ പിന്നാലെ വരുന്നത്. അതുകൊണ്ട് നീ അധികം ഓവറാവണ്ട എന്ന് പറഞ്ഞു. ഓ, ഞാൻ ഓവറായോ? ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ ദേഷ്യത്തോടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നല്ലോണം മഴ പെയ്യുന്നുണ്ട്. ഇനി എങ്ങനെ വീട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ വില്ലൻ ഷുറയില്ലേ, അവൻ വന്ന് നിൽക്കുന്നു. നമ്മുടെ ഹീറോയിൻക്ക് പഴയതൊന്നും ഓർമ്മയില്ലല്ലോ. ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അന്ന് കിഡ് ഷോപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് ഹീറോയിൻ ചോദിച്ചു. അത് ഞാനൊരു ബിസിനസ്മാൻ ആണ്. ആക്ച്വലി ആ കമ്പനിയിൽ എനിക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അന്ന് ചുമ്മാ വന്ന് നോക്കിയതാ. ഓക്കെ, മഴ പെയ്തു, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ എന്ന് ചോദിച്ചു. ഇല്ല വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറഞ്ഞു. എന്താ നടന്നു പോയിക്കോളാം എന്നൊക്കെ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഈ കുടയെങ്കിലും വാങ്ങിയിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഇവളും ഓക്കെ താങ്ക്സ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നു. ഈ സമയത്ത് ഇവൻ ഇപ്പോൾ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നേ ഇല്ല എന്ന് പറഞ്ഞ് വില്ലനെ പോലെ നോക്കി നിൽക്കുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ കൂടെയുള്ള അസിസ്റ്റന്റ്, വീണ്ടും ബോസ് തായ്ലാൻഡിലേക്ക് വരണമെന്ന് നിങ്ങൾക്കെല്ലാം ആഗ്രഹം, ഇവിടെ വന്നപ്പോൾ എന്താ കുട്ടികൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. മിണ്ടാതിരിക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ബോസ്, നോക്കിയേ കല്യാണം പോലും കഴിക്കാതെ നിങ്ങൾക്ക് 2 കുട്ടികൾ എന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ? ഇല്ല ബോസ്, ഇല്ല, ഞാൻ വെറുതെ സന്തോഷിച്ചതാണ്. സന്തോഷിച്ചതൊക്കെ മതി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കമ്പനിയിലെ ഒരു പ്രൊജക്റ്റ് ഒരു ഷൂറ എന്നവൻ കട്ടെടുത്തിട്ടില്ലായിരുന്നോ? അവൻ തായ്ലാൻഡിലുണ്ടോ? അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കേ. ഓക്കെ ബോസ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവിടെ നിന്നും പോകുന്നു. ബട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടം. അയ്യോ, കുട്ടികളുടെ അടുത്ത് സംസാരിച്ചതേ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. അപ്പം ആ കുട്ടി പെണ്ണിലെ അവളാണ് കോൾ എടുത്തത്. അച്ഛാ, നിങ്ങൾ എങ്ങോട്ടാ പോയത് എന്നവൾ ചോദിക്കുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. സോറി, ഞാൻ പെട്ടെന്ന് തന്നെ വരാം, നിങ്ങൾ 2 പേരെയും ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് വാ, ഇല്ലെങ്കിൽ അമ്മയെ വേറെ ആരെങ്കിലും കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അസിസ്റ്റന്റ് വന്നു. ബോസ്, ഒരു പ്രശ്നമുണ്ട്. എന്താന്നാ, നമ്മൾ ഷുറയെ തേടിയല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നാൽ അവൻ ഇവിടുന്ന് ചൈനയിലേക്ക് പോയി ബോസ് എന്ന് പറഞ്ഞു. ഓഹോ, എന്നാൽ ഞാനും പോവാണ്, എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യേ എന്ന് പറഞ്ഞു. ബോസ്, എന്താ ബോസ് ഇപ്പോഴല്ലേ വന്നത്, അപ്പോൾ അതിന് പോവാണോ? നമുക്കിവിടെ ഒരുപാട് പണിയില്ലേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, പിന്നെ നോക്കാം, എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോകണം, നീ ടിക്കറ്റ് ബുക്ക് ചെയ്യേ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് അവനും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. അവർ വേഗം ഫ്ലൈറ്റ് കയറി ചൈനയിലേക്ക് വന്ന ഉടനെ നേരെ ഹീറോയിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഒന്ന് ഡോറിൽ തട്ടി, ബട്ട് ആരും ഓപ്പൺ ചെയ്യുന്നില്ല. ആ അസിസ്റ്റന്റും കളിയാക്കുന്നു. എന്താ ബോസ് ഇത്രയും ദൂരം വന്നത്, ഇവിടെ നിൽക്കാനാണോ എന്ന് ചോദിച്ചതും കറക്റ്റ് ടൈമിൽ ആ കുട്ടികൾ വന്ന് ഡോർ തുറക്കുന്നു. കുട്ടീസ്, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ല, നിങ്ങളോട് ഉള്ളിലേക്ക് വരരുതെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അവർ ഭയങ്കര ദേഷ്യത്തിലാണ്. എന്താ നിങ്ങൾ പോയപ്പോൾ അമ്മയോട് പറയാതെ പോയത് എന്ന് പറഞ്ഞു. അത് പിന്നെ എന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഇല്ല, ഉള്ളിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ഡോർ ലോക്ക് ചെയ്തു. അപ്പം ഹീറോ, ഷെടാ ഇനി എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് നൈറ്റായി. ഹീറോ അവളുടെ റൂമിലേക്ക് വന്നു. എടാ, നീയോ എങ്ങനെയാ വന്നേ, ഏതിലൂടെ വന്നേ എന്ന് ചോദിക്കുന്നു. അയ്യോ നിൽക്ക്, പതറാതെ, ഞാൻ നിന്റെ ജനൽ വഴിയാണ് വന്നത് എന്ന് പറഞ്ഞു. അയ്യോ, കുട്ടികളെങ്കിലും കണ്ട എന്താവും? അയ്യോ, ഒന്ന് ഒച്ച വെക്കല്ലേ, അവരൊക്കെ ഉറങ്ങി. ഞാൻ നിന്നോട് സോറി പറയാനാണ് അമ്മ വന്നത് എന്ന്. നിങ്ങളെന്തിനാ എന്നോട് സോറി പറയുന്നത്? നിങ്ങളല്ലേ എന്നോട് ഒരു വാക്ക് പോലും പറയാതെ പോയത് എന്ന് പറഞ്ഞു. നിനക്ക് ഇതെന്താ ഈ കൂടെ ഒരു വ്യത്യാസമുള്ളതുപോലെ എന്ന് പറഞ്ഞ് ആ വില്ലൻ ഷുറ കൊടുത്ത് ആ കൂടെ ഹീറോ എടുത്തു നോക്കുന്നു. അത് എനിക്കൊരാൾ തന്നതാണ് എന്നവൾ പറഞ്ഞു. ആര് തന്നത്? മിസ്റ്റർ എക്സ് ആണോ എന്ന് ചോദിച്ചു. ഹീറോയിൻ ചിരിച്ചിട്ട് അതെ, അവർ തന്നെയാണ്. അവർ നിന്നേക്കാളും ബെറ്റർ ആണ്, എന്നെ നന്നായി നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ, എന്നെക്കാളും ബെറ്ററോ? ഏത് തരത്തിൽ? അത് നിന്നേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. ഇതാ ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉണ്ടെന്നോ? എന്നാൽ ഒരു ലാമ്പ് പോസ്റ്റായി നിൽക്കാൻ പറ
എന്ന് പറഞ്ഞ് ഹീറോ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ഇവക്ക് ചിരിയാണ് വന്നത്. ദെൻ നെക്സ്റ്റ് ഡേ ആയി രാവിലെ തന്നെ നമ്മുടെ ഹീറോയുടെ അമ്മ ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഈ 2 കുട്ടികളെയും കണ്ട ഉടനെ അവർ ഭയങ്കര സന്തോഷത്തോടെ ഓടി വന്നിട്ട് ഹേയ് കുട്ടീസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവരും നിങ്ങളെല്ലാം ക്യൂട്ട് മുത്തശ്ശി, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് പറയുന്നു. നിങ്ങളുടെ അമ്മയും എൻ്റെ മകനും തമ്മിൽ ഡേറ്റ് ചെയ്യുന്നെന്ന് കേട്ടു. നിങ്ങളുടെ അമ്മയ്ക്ക് എൻ്റെ മകനെ ഇഷ്ടമല്ലേ? നമുക്ക് അവർ രണ്ടാളും ഒത്തു വെച്ചാലോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ മിസ്റ്റർ ഷിയുടെ അമ്മയാണോ? എനിക്കും അവരെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അവരെ ഒന്നിപ്പിച്ചാലോ എന്നവർ പറയുന്നു. ശരി ശരി, എനിക്ക് ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞു. എന്നാൽ ഈ അമ്മയ്ക്ക് നമ്മുടെ ഹീറോയിനാണ് 7 വർഷം മുന്നേ ഹീറോയെ ലവ് ചെയ്തത് എന്ന വിഷയം അറിയില്ല. ജസ്റ്റ് ആരോ ആണെന്ന് വിചാരിച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്. അതോടെ അവർ നേരെ ഹീറോയെ കാണാൻ പോകുന്നു. അപ്പൊ ഹീറോ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അടുത്ത അസിസ്റ്റന്റും ഉണ്ട്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾക്ക് ആ ഊഹായ് മേഡത്തെ ഇഷ്ടപ്പെടാൻ കാരണം അവരെ കാണാൻ നിങ്ങളുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെ പോലെ ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചു. അതേടാ, അത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഡേ അവൾ എന്ത് നല്ല പെണ്ണാണ്, നീ എന്താ ചെയ്യുന്നത്? അത് നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചിട്ട് റിജക്റ്റ് ചെയ്യാൻ പോവാണോ എന്ന് പറഞ്ഞു. അമ്മ ഒന്നും മിണ്ടാതിരിക്കമ്മ. ഇല്ല, ഇന്ന് രാത്രി നീ ഊഹായിനോട് സംസാരിക്കണം, നീ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം, എന്നിട്ട് നിങ്ങൾ ഒന്നാവണം എന്ന് പറഞ്ഞു. അത് എനിക്ക് രാത്രി പണിയുണ്ട്, എന്ത് പണിയുണ്ടെങ്കിലും രാത്രി പോയി നീ അവളെ മീറ്റ് ചെയ്യണം എന്ന് ഫോഴ്സ് ചെയ്യുന്നു. ശരി എന്ന് പറഞ്ഞ് അവൻ ഹീറോയിനെ കാണാൻ പോകുന്നു. എടുത്ത് സംസാരിക്കുന്നു. ക്ഷമിക്ക്, ഞാൻ ഓവറായി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഇല്ല, ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്. അന്ന് നൈറ്റ് ഞാൻ എത്ര പറഞ്ഞിട്ടും നീ വിശ്വസിക്കുന്നില്ല. ഞാൻ നിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആണെന്നാണ് നീ കരുതുന്നത്. അതിനാലാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. സോറി. ഓക്കെ, സാരമില്ല, നീ വാ, ഞാൻ നിന്നെ സേഫായി ഡ്രോപ്പ് ചെയ്യാം. ശരി എന്ന് പറഞ്ഞ് അവർ 2 പേരും ഒന്നായിട്ട് പോകുന്നു. നിനക്ക് ആ അംബ്രല്ല തന്നില്ല ഒരുത്തൻ, അവനെ നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹീറോയിൻ അതെ എനിക്കിഷ്ടമാണ്. എന്തെന്നാ അവൻ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്, എന്നെ ലവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ്. ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് കാർ ഫാസ്റ്റായി ഓടിക്കുന്നു. ആർക്കോ കൊണ്ട പോലെ എന്ന് ഹീറോയിൻ പറഞ്ഞു. അതെ എനിക്ക് കൊണ്ടു എന്ന് പറഞ്ഞ് കാറ് ബ്രേക്ക് പിടിക്കാൻ നോക്കുമ്പോൾ എന്തോന്നോ ബ്രേക്ക് വർക്കാവുന്നില്ല. കാറ് പോയി ഇടിക്കുന്നു. അവർ 2 പേർക്കും പരിക്കായി. വലിയ പരിക്കുകളൊന്നുമില്ല. ദെൻ അതിനുശേഷം അവർ 2 പേരും വേറെ കാറിൽ വരുന്നു. അപ്പൊ ഹീറോ കണ്ടോ, ആരോ നിന്നെ കൊല്ലാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നീ എന്നോട് പറയാതെ എവിടേക്കും പോകരുത്, എന്റെ കൂടെ തന്നെ ഇരിക്കണം എന്ന് ഹീറോ പറയുന്നു. അപ്പൊ ഹീറോയിൻ എനിക്കും പേടിയുണ്ട്, എന്താണെന്നറിയില്ല, ഇതുപോലെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്, എനിക്ക് പേടിയുണ്ട്. ഇതെല്ലാം ശരിയാവണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ഹായ്, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആവ്. അപ്പം ഇവളും നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത്? അതെ, ഞാൻ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഇവൾ ചിരിച്ചിട്ട് പോയി ഹീറോയെ കിസ് ചെയ്യുന്നു. കിസ് ചെയ്തിട്ട് അവൾ വീട്ടിലേക്ക് ഓടുന്നു. പിന്നിൽ ഇവൻ വരുന്നു. ബട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഹീറോയുടെ അമ്മ നിൽക്കുന്നുണ്ട്. ഇവനും അമ്മ നിങ്ങളെന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. ഞാൻ കുട്ടികളെ നോക്കാൻ വന്നതാ, നീ എന്താണ് ഇവിടെ എന്ന് ചോദിച്ചു. അത് ഞാൻ വരുമ്പോൾ എൻ്റെ കാറ് ബ്രേക്ക് പോയി, സോ അതാ ഇവർ എനിക്ക് ലിഫ്റ്റ് തന്നത്, ഇവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തത്, വേറെ ഒന്നുമില്ല അമ്മ എന്ന് ഹീറോയിൻ പറഞ്ഞു. അപ്പൊ ഹീറോയുടെ അമ്മ കണ്ടോ, എന്റെ മരുമകൾക്ക് എത്ര വലിയ പ്രശ്നമാണ് വന്നത്, നിങ്ങൾ കല്യാണം കഴിക്കണം, ഇന്ന് രാത്രി നിങ്ങൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം, ഞാൻ കുട്ടികളെ കൂട്ടി ഇവിടെ നിന്ന് പോവാണ് എന്ന് പറഞ്ഞ് നൈസായി എസ്കേപ്പ് ആവുന്നു. അപ്പൊ ഹീറോ അവളെ നോക്കി പറയാണ്, കണ്ടോ അമ്മയ്ക്ക് നമ്മൾ കല്യാണം കഴിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ബോസ് ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് കയറി വരുന്നു. എന്തിനാടാ എപ്പോഴും എന്റെ പിന്നാലെ വരുന്നത് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഓടിക്കുന്നു. എന്നിട്ട് അത് പിന്നെ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അപ്പൊ ഹീറോയിൻ ഒരു ഫ്ലൈങ് കിസ് കൊടുക്കുന്നു. ഹീറോ ചിരിച്ചിട്ട് അവിടെ നിന്നും പോകുന്നു. ഹീറോ എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയാൽ ആ ഡയറക്ടറില്ലേ അവിടെ കാണാനാണ് പോകുന്നത്. എന്നാൽ ഹീറോയിന്റെ കാറിന്റെ ബ്രേക്ക് കട്ടാക്കിയത് ഇവളാണ്. ആ കാര്യം ഹീറോക്ക് മനസ്സിലായി. അവളോട് ഇങ്ങോട്ട് നോക്ക്, അവളെ കൊല്ലാൻ വേണ്ടിയല്ലേ നീ അത് ചെയ്തത്, എന്നാ ആ കാറിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ എനിക്കറിയില്ല നീയും ആ കാറിൽ ഉണ്ടെന്ന്, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താ നീ തീർച്ചയായും ജയിലിലാവും, മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞ് ചീത്ത പറഞ്ഞയക്കുന്നു. അവൾക്ക് ഭയങ്കര ദേഷ്യമായി. എന്താടാ ഇവനക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ടെന്താ ഇവൾ നേരെ ഷുറയുടെ അടുത്തേക്കാണ് പോകുന്നത്. അവനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, എന്നിട്ട് അവൻ കണ്ടതേ ഇല്ല. കാറിന്റെ ബ്രേക്ക് കളഞ്ഞത് ഷുറയും മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഹീറോയിനോട് ഇവൻക്ക് ക്രഷ് ഉണ്ടല്ലോ, സോ ഇങ്ങോട്ട് നോക്ക്, നീ ഹെൽപ്പ് ചെയ്തത് കൊണ്ട് നീ ചെയ്യുന്ന എല്ലാം ഞാൻ നോക്കി നിൽക്കുമെന്ന് വിചാരിക്കണ്ട, ഇനി അവളുടെ അടുത്ത് പോയാൽ നിന്റെ കഥ ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞ് ഇവൻ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു. ഇല്ല ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും എസ്കേപ്പ് ആവുന്നു. ഇവനും നമ്മുടെ ഹീറോയിനെ കല്യാണം കഴിക്കണമെന്ന് ഷാഠ്യം പിടിച്ച് നടക്കാണ്. വേറൊരു സ്ഥലത്ത് ഹീറോ സങ്കടത്തോടെ അയ്യോ എനിക്ക് മേൽ വേനിക്കുന്നു, പനി വരുന്ന പോലെ, എന്നെ ഒന്ന് വന്ന് നോക്കുവോ എന്ന് ഹീറോയിനോട് കോൾ ചെയ്യുന്നു പറയുന്നു. ഹീറോയിൻ ടെൻഷനായി. അന്ന് കാർ ആക്സിഡന്റ് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, ഇനി അതുകൊണ്ട് എന്തെങ്കിലും ആയതാണോ എന്ന് കരുതി വേഗം വീട്ടിലേക്ക് വരുന്നു. വന്ന് നോക്കുമ്പോൾ അയ്യോ എനിക്ക് മേലാകെ വേദനിക്കുന്നേ, കാൽ വേദനിക്കുന്നേ, കൈ വേദനിക്കുന്നേ എന്ന് ഉച്ചത്തിൽ പറയുന്നു. എന്താ പറ്റിയത്, എവിടെയാ വേദനിക്കുന്നേ,
എന്ന് ഹീറോയിൻ ചോദിച്ചു. കൈ പിടിച്ച് ഹാർട്ടിന്റെ അവിടെ വെച്ചിട്ട് ദാ ഇവിടെയാണ് വല്ലാത്തൊരു വേദന എന്ന് പറഞ്ഞു. ആ നിനക്ക് വേദന ഉണ്ടാകും, പോടാ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അത് എനിക്ക് നീ മരുന്ന് തരണ്ടേ, അതിനാണ് എന്ന് ഹീറോ പറഞ്ഞു. മരുന്നോ? എന്ത് മരുന്നാണ് സാർ നിങ്ങൾക്ക് വേണ്ടത്? അത് ഒരു കിസ് എന്നാ മതി എന്ന് പറഞ്ഞു. ഓ കിസ്സോ, ഒന്ന് കണ്ണടയ്ക്കോ സാർ എന്ന് പറഞ്ഞു. അവൻ കണ്ണടച്ചു. അപ്പൊ അവൾ നേരെ ഒരു അടി കൊടുത്തിട്ട് നിനക്ക് കിസ്സും ഇല്ല ഒന്നും ഇല്ല എന്ന് ചീത്ത പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ഇവൾ അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ ആ ഷുറ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവനും എന്റെ കൂടെ നീ ഡിന്നറിന് വരുമോ എന്ന് ചോദിക്കുന്നു. അയ്യോ നീയും തുടങ്ങിയോ, ഇങ്ങോട്ട് നോക്ക്, നീ എന്റെ റിജക്ഷൻ ലിസ്റ്റിലാണ് ഉള്ളത്, അതുകൊണ്ട് നിന്നെ ഞാൻ ലവ് ചെയ്യുമെന്ന് വിചാരിക്കരുത് എന്ന് ഹീറോയിൻ പറഞ്ഞു. ഇല്ല, നീ ഇപ്പൊ എന്റെ കൂടെ വന്നാ നിന്റെ ലൈഫിൽ തന്നെ മാറും, എന്തെന്നാ എനിക്ക് നിന്നോടൊരു മുഖ്യമായ വിഷയം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. ഇവളും മുഖ്യമായ വിഷയമോ, ശരി വാ പോവാം എന്ന് പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നു. വേറൊരു സ്ഥലത്തെ ഹീറോ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുവാൻ സ്ഥലത്ത് ഹീറോയിൻക്ക് ഷുറ ഒരുപാട് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കുന്നു. ഹീറോയിൻ അതെല്ലാം ആസ്വദിച്ച് കഴിക്കുന്നു. അപ്പൊ അവൻ ഞാൻ അറിഞ്ഞു നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ലാന്ന്, നീ ഒന്ന് ഓർത്തു നോക്കിയേ, ഈ ഫുഡൊക്കെ ഇതിനു മുമ്പ് നീ കഴിച്ചിട്ടുണ്ട്. ആ നീ പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ കഴിച്ച പോലെ ഒരു ഫീലുണ്ട്, എല്ലാം അറിയുന്ന പോലെ എന്ന് അവൾ പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ഹീറോ ആ കുട്ടികളോട് എന്താടാ ഇത്ര നേരം നിങ്ങളുടെ അമ്മയെ കാണുന്നില്ലല്ലോ, അവൾ എങ്ങോട്ടാ പോയത് എന്ന് പറഞ്ഞിരിക്കുമ്പോ അച്ഛാ നിങ്ങൾ അമ്മയുടെ കാര്യത്തിൽ വലിയ തെറ്റ് ചെയ്യുന്ന പോലെ എന്താ അമ്മയെ നന്നാക്കാൻ ട്രൈ ചെയ്യാത്തേ? അമ്മയ്ക്ക് എന്താണ് ഇഷ്ടം, എന്താണ് ഇഷ്ടപ്പെടാത്തത്, അതുപോലെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് ചോദിച്ചു. അതെ അറിയില്ല, എന്നാ മക്കളെ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ എന്ന് ചോദിക്കുന്നു. ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണോ? ഓക്കെ എന്ന് പറ. നിങ്ങളുടെ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരാൾ മിസ്റ്റർ എക്സ് എന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ അയക്കാറില്ലേ, അവരാരാന്ന് നിങ്ങൾക്ക് അറിയോ? അവർ രണ്ടുപേരും ചിരിച്ചിട്ട് ആ അറിയാം എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടോ? അപ്പൊ അവനും നിങ്ങളും ക്ലോസ് ആണോ എന്ന് ചോദിച്ചു. അതെ ഞാനും അവനും ഭയങ്കര ക്ലോസ് ആണ് എന്ന് ആ കുട്ടി പെണ്ണ് പറഞ്ഞു. ഓ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, എന്നാ എനിക്കും അവനെ കാണണം, അതിനു വേണ്ട ഏർപ്പാട് ചെയ്യേ എന്ന് പറഞ്ഞു. അപ്പൊ ആ പയ്യൻ ചിരിച്ചിട്ട് അയ്യോ അച്ഛാ ആ മിസ്റ്റർ എക്സ് ഞാനാണ് ആ ഗിഫ്റ്റ് എല്ലാം അയച്ചത് എന്ന് പറഞ്ഞു. എന്ത് എന്ന് പറഞ്ഞ് ഹീറോ ഷോക്കാവുന്നു. അവൻ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്ത് നീയാണോ ഇതെല്ലാം ചെയ്തത്? ഞാൻ വേറെ ആരോ ആണെന്ന് വിചാരിച്ച് പേടിച്ചു എന്ന് പറഞ്ഞു. അച്ഛാ നിങ്ങൾ പേടിക്കണ്ട, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കാൻ ഞങ്ങൾ അമ്മയെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങളുടെ ശരിക്കുള്ള അച്ഛൻ വന്നാ എന്ത് ചെയ്യാ എന്ന് ഹീറോ ചോദിച്ചു. ശരിക്കുള്ള അച്ഛനോ? അവർ വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത്, ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ല. എന്തെന്നാ ഞങ്ങളുടെ അമ്മയെ കല്യാണം കഴിച്ച് അവരെ ഇട്ടിട്ട് പോയി. ഞങ്ങൾ ജനിച്ചതിന് ശേഷം ഒരു തവണ പോലും ഞങ്ങളെ കാണാൻ വന്നിട്ടില്ല, അറിയോ? അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലാത്തത് എന്ന് രണ്ടുപേരും ദേഷ്യത്തോടെ പറഞ്ഞു. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ ഷുറയുടെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഹീറോയിനോട് പറഞ്ഞു. അപ്പൊ ഹീറോയിൻ ചിരിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത്ര ഡയറക്റ്റായി പറയാൻ നിനക്ക് വേറെ ആരോടെങ്കിലും ലവ് ഉണ്ടോ? അതെ നീ പറഞ്ഞത് കറക്റ്റാണ്, എനിക്ക് ഷിയെ ഭയങ്കര ഇഷ്ടമാണ്. അവനെ കണ്ടപ്പോൾ അവൻ ഭയങ്കര റൂഡായാണ് പെരുമാറിയത്. എന്നാ എന്നെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവൻ നല്ല ബോൾഡ് ഐഡിയാസ് ആണ് ട്രൈ ചെയ്തത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ ഇന്നസെന്റ് ആണ്, അതേപോലെ സിൻസിയർ ആണ് എന്നുള്ളത്. ആ സമയത്ത് കറക്റ്റായി ഹീറോയുടെ കോൾ വരുന്നു. നീ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ എന്ന് ഹീറോയിൻ ചോദിച്ചു. നിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നീ ഉള്ള പ്ലേസിലേക്ക് ഞാൻ വന്നിട്ടുണ്ട്. പറ നിന്റെ ടേബിൾ നമ്പർ എത്രയെന്ന് പറ എന്ന് പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല, നീ തന്നെ കണ്ടുപിടിക്കേ എന്ന് ഹീറോയിൻ പറഞ്ഞു. ഹീറോ കറക്റ്റായി കണ്ടുപിടിച്ചു. ഉടനെ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് കണ്ടോ ഞാൻ കണ്ടുപിടിച്ചു. അല്ല ഈ ടൈമിൽ നീ ആരുടെ കൂടെ ഇരിക്കുന്നേ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ അത് ഹീറോയിന് മനസ്സിലായി അത് ഷുറയാണെന്നുള്ള കാര്യം. നീ എന്തിനാ ഇവിടെ കൂടെ ഇരിക്കുന്നേ എന്ന് ഹീറോയിനോട് ചോദിച്ചു. ആക്ച്വലി എനിക്ക് ഇവളെ ഇഷ്ടമാണ്, അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നത് എന്ന് ഓപ്പണായി അവൻ പറഞ്ഞു. ഓഹോ ഇപ്പോഴാണ് ഒരു മിസ്റ്റർ എക്സിന്റെ പ്രോബ്ലം സോൾവ് ആയത്. അപ്പോൾ അതിന് അടുത്തത് വന്നോ? ഇങ്ങോട്ട് നോക്ക്, നീ ഇവളെ സ്നേഹിക്കുന്നില്ല, എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ല, രണ്ടുപേരും ചേർന്ന് സ്നേഹിക്കാം, ആർക്കാണ് ഇവളുടെ മനസ്സിൽ കയറാൻ പറ്റുന്നതെന്ന് നോക്കാമല്ലോ പറഞ്ഞ ഹീറോയിനെ കൈപ്പിടിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അപ്പൊ ഹീറോയിൻ അവന്റെ അടുത്ത് എനിക്ക് ഒരു ഫീലിങ്സും ഇല്ല, ഒരു ഇൻട്രസ്റ്റും ഇല്ല, കാര്യമില്ലാതെ നീ ഫീൽ ആവല്ലേ എന്ന് പറഞ്ഞു. ഇല്ല എനിക്കറിയില്ല നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തത് എന്ന്. ഞാൻ വലിയ ബിസിനസ്മാൻ ആണ്, വലിയ വീടുണ്ട്, ഭയങ്കര കെയറിംഗ് ആണ്, ലവ്ലി ആണ്, എന്താണെന്നറിയില്ല, നിനക്ക് എന്നെ ഇഷ്ടമാവുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹീറോയിൻ ചിരിക്കുന്നു. അപ്പൊ ഹീറോ മതി എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവൻ റിങ് ഊരി ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്, പ്ലീസ് എന്നെ കല്യാണം കഴിക്കോ എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു. എന്നെ കൊണ്ട് നിന്നോട് തോന്നുന്ന ഇഷ്ടം തടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കൈ നീട്ടുന്നു. അവൻ റിങ് ഇട്ട് കൊടുത്തിട്ട് അവർക്ക് പോയി കിസ് എടുക്കുന്നു. ഫൈനലി അവരൊന്നായി. അവന്റെ അമ്മ എങ്ങനെയോ അറിയുന്നു, അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നു. അയ്യോ ഇപ്പോഴെങ്കിലും അവൻ പ്രപ്പോസ് ചെയ്തല്ലോ, എത്രയും പെട്ടെന്ന് ഇവരുടെ കല്യാണം കഴിപ്പിക്കണം എന്ന് പറഞ്ഞ് കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങുന്നു. ഈ വിഷയം മിസ്റ്റർ ഷുറ എങ്ങനെയോ അറിയുന്നു. ഇവനക്ക് ഭയങ്കര ദേഷ്യമാവുന്നു. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ? ആ മിസ്റ്റർ ഷി എന്നെക്കാളും ഒരു പടി മുന്നിലാണ് എപ്പോഴും. എന്നാ എങ്ങനെ ഇവൻ ഈ കല്യാണം നടത്തുന്നത് എനിക്കൊന്ന് കാണണം, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ഇരിക്കുന്നു. ആൻഡ് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളും കഴിയുന്നു. ഹീറോയിൻ ദിവസമായി. എല്ലാവരും
ഭയങ്കര ഹാപ്പിയാണ്. വേറൊരു സ്ഥലത്ത് ഹീറോയിൻ അവളുടെ കല്യാണ ഡ്രസ്സ് ഇടാൻ വേണ്ടി വെയിറ്റിംഗിലാണ്. ആ സമയത്ത് പുറത്ത് ഹീറോ പോകുന്ന സൗണ്ട് കേൾക്കുന്നു. അപ്പൊ അവൾ അവനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കറക്റ്റായി ഹീറോ വന്ന് ഉള്ളിൽ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളും നീ ഇപ്പൊ ഉള്ളിലേക്ക് വരരുത്, ഞാനും നിന്നെ കാണാൻ പാടില്ല എന്ന് ഹീറോയിൻ പറഞ്ഞു. എന്താ കാണാൻ പാടില്ലാത്തത് ഇനി ഇവൻ ചോദിക്കുന്നു. അതെന്തെന്നാ കല്യാണത്തിന് മുന്നേ പെണ്ണും ചെക്കനും കാണാൻ പാടില്ല എന്നാണ്. ആ വിഷയം നിനക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു. നീ എപ്പോഴും ഇതൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങിയത്? ഇപ്പൊ നീ പുറത്ത് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു. വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ കളിക്കുമ്പോൾ ആ നേരത്തെ അവിടേക്ക് ഹീറോയുടെ അസിസ്റ്റന്റ് കയറി വരുന്നു. ബോസ് ഇവിടെ എന്താ ചെയ്യുന്നത്? അവിടെ നിറയെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോഴാണ് ഹീറോയിൻ ഡോറ് തുറക്കുന്നത്. അതാ ഞാൻ വെറുതെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ, ഇവ ശരിക്കും പോയോ എന്ന് പറഞ്ഞ് ഡിസപ്പോയിന്റ് ആവുന്നു. ദെൻ മാരേജ് തുടങ്ങി. അപ്പൊ നമ്മുടെ ഹീറോയിൻ സുന്ദരിയായി നടന്നു വരികയാണ്. അത് ഹീറോ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഹീറോയിനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു വരുമ്പോ പിന്നെ നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നു. നോക്കുമ്പോ ഷൂറയാണ് വന്ന് നിൽക്കുന്നത്. ഹീറോ പറഞ്ഞു, ഓ നീയും കല്യാണത്തിന് വന്നിട്ടുണ്ടോ? വാ കല്യാണം കൂടാൻ വന്നതാണെങ്കിൽ വന്നിരിക്കേ. അതല്ല, നീ കല്യാണം തടുക്കാനാണ് വന്നതെങ്കിൽ ഇവിടെ നിന്നും പോ എന്ന് ഹീറോ പറഞ്ഞു. നിക്കടാ, എന്താ ചാടി കയറുന്നത്? ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട്, എന്താ നിനക്കിപ്പോഴും പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലേ? എന്നാ നിനക്ക് ഓർമ്മ വരും. നിന്റെ പയ്യനില്ലേ, അവൻ എൻ്റെ അടുത്താണ്. അവനെ വേണമെങ്കിൽ ഇപ്പോ ഈ കല്യാണം ഇവിടെ നിർത്തിയിട്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഹീറോയിൻക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അവൾ നേരെ ഹീറോയുടെ അടുത്തേക്ക് ഓടി വരുന്നു. എന്ത് പറ്റി? എന്താ അവൻ പറഞ്ഞേ എന്ന് ഹീറോ ചോദിക്കുന്നു. അത് ഇല്ല, ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. അപ്പൊ ഒന്നും മനസ്സിലായില്ല. നോക്കുമ്പോ ഇവനെ വിട്ട് ഷുറയുടെ കൂടെ പോകുന്ന പോലെ അവനെ തോന്നി. എന്താ ഇവക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ചുറ്റിലുമുള്ളവർ സംസാരിക്കാൻ തുടങ്ങി. എന്തിനാ കല്യാണ പെണ്ണ് ഓടിപ്പോയത്? അപ്പൊ എവിടെ നിന്നോ ആ അസിസ്റ്റന്റ്, ബോസ് നിങ്ങളുടെ പയ്യനെ കാണുന്നില്ല, അവൻ എവിടെയൊക്കെ പോയതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഓടി വരുന്നു. അപ്പൊ ഹീറോ, അയ്യോ ഇവരെങ്ങോട്ടാ പോയതേ എന്ന് പറഞ്ഞ് എല്ലാ സ്ഥലത്തും നോക്കാൻ തുടങ്ങി. എന്നെയും നോക്കുന്നുണ്ട്. ബട്ട് ഇതേ സമയം ഹീറോയിൻ അവളുടെ ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് അടുത്തേക്ക് ഓടി വരുന്നു. ഓടി വന്നിട്ട് എന്റെ പയ്യൻ എവിടെയാണ് പറ എന്ന് പറഞ്ഞ് ഒച്ച വെക്കുന്നു. അപ്പൊ ഇവനും പറഞ്ഞ പോലെ വന്നല്ലോ, വാടാ എന്ന് പറഞ്ഞു. നോക്കുമ്പോ ഒരുപാട് ആളുകൾ ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നു. അപ്പൊ ഹീറോയിനോ എല്ലാവരെയും ഇവിടെ ഓടിച്ചിട്ട് നീ നിന്റെ പയ്യനെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഉടനെ ഹീറോയിൻ എല്ലാവരെയും അടിച്ചോടിക്കാൻ തുടങ്ങി. ആ സമയത്ത് ആ ഷുറയും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അവൻ ഹീറോയിനെ തള്ളിയിട്ടിട്ട്, വാവ് നിനക്ക് തല്ല് പഠിപ്പിച്ചു തന്നത് ഞാനാണ്, എന്നെ തന്നെ നീ തല്ലാൻ വരുന്നോ എന്ന് ചോദിക്കുന്നു. ബട്ട് നമ്മുടെ ഹീറോയിൻ ചുമരിൽ പോയി ഇടിച്ചു. അവൾക്ക് തല ചുറ്റുന്ന പോലെ, അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്ന പോലെ വേറൊരു സ്ഥലത്ത് ഹീറോയിനെ തേടി ഹീറോ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ നോക്കുമ്പോൾ അവിടെ ആ ചെക്കൻ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവനക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പോലെ തോന്നുന്നു. അവനെ കെട്ടിപ്പിടിച്ചിട്ട് നിനക്ക് ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അച്ഛാ എനിക്കൊന്നുമില്ല എന്നാ അമ്മ എന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. ഹീറോയിനും ഇപ്പോഴും ആ വില്ലന്റെ കയ്യിലാണുള്ളത്. ഇപ്പൊ ഹീറോയിൻ എണീറ്റപ്പോ അവൾ മറന്നുപോയ കാര്യങ്ങളെല്ലാം അവൾക്ക് ഓർമ്മ വന്നിരിക്കുന്നു. ബട്ട് അവൾ എന്റെ പയ്യൻ എവിടെ? അവനെ നീ എന്താണ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. പേടിക്കണ്ട, അവനെ ഞാൻ സേഫായി വീട്ടിലാക്കിയിട്ടുണ്ട് എന്ന് ഷുറ പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങോട്ട് എനിക്ക് പയ്യതെല്ലാം ഓർമ്മ വന്നു. നിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാനല്ലേ ഞാൻ ഇത്രയും കാലം ട്രൈ ചെയ്തത്. എന്നാൽ പിന്നെയും എന്നെ പിടിച്ചു വെച്ച് എന്തിനാ ടോർച്ചർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവൻ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനോ? ഞാനാണ് നിന്നെ രക്ഷിച്ചത്. അവന്റെ അടുത്ത് നിന്ന് ഞാനാണ് നിന്നെ സേഫായി കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാ ആ മിസ്റ്റർ ഷീനപ്പോ തന്നെ നിനക്ക് അവനോട് ലവ് വന്നു അല്ലേ? ഞാൻ നിന്നെ സ്നേഹിച്ചത് നിന്റെ കണ്ണിൽ കാണാനേ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. എന്നോട് ലവ് ആണോ നിനക്കോ? നോക്ക്, ഞാൻ ഫസ്റ്റ് മുതൽ ഷീയാണ് ലവ് ചെയ്യുന്നത്. അത് മാത്രമല്ല 7 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഞാൻ അവനെ തന്നെയാണ് ലവ് ചെയ്യുന്നത്. പ്ലീസ് എന്നെ വിട്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞു. നോക്ക്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ കാണുന്നില്ലേ, നീ അറിയുന്നില്ലേ? ലവോ? നിനക്ക് എന്നോടോ? അതിന്റെ മീനിങ് എന്താന്ന് പോലും നിനക്കറിയില്ല. ഫസ്റ്റ് തൊട്ടേ നമ്മൾ രണ്ടാളും ഇടയിൽ ഒന്നുമില്ല. ഷീയെ മാത്രമാണ് ഞാൻ ലവ് ചെയ്ത്. പ്ലീസ് എന്നെ വിട്, പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ശരിപ്പോ, എന്നാ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞു. ഹീറോയിൻ നേരെ വീട്ടിലേക്ക് വരുന്നു. വന്ന ഉടനെ ഹീറോ ചോദിച്ചു, ഇത്ര നേരം നീ എവിടെ പോയതായിരുന്നു? എന്നോട് ക്ഷമിക്ക്, തെറ്റ് ഫുള്ള് എൻ്റെ ഭാഗത്താണ്, എന്നോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോ, എന്ത് പറ്റി നിനക്ക്? പഴയതെല്ലാം ഓർമ്മ വന്നോ? അതെ, എനിക്കെല്ലാം ഓർമ്മ വന്നു, ഞാൻ എല്ലാം പറയാം എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറയുന്നു. ഞാൻ നിന്നെ മാത്രമാണ് ലവ് ചെയ്തത്, വേറെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാ ഈ കുട്ടിപ്പെണ്ണ് ആരാണ്? ഇവളുടെയും എൻ്റെയും DNA ടെസ്റ്റ് എടുത്തിട്ട് ഒരു മാച്ചും ഇല്ലായിരുന്നു ചോദിച്ചു. അത് ആ കുട്ടിയെ ഞാൻ അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്തതാണ്. എന്നാൽ ആ മകൻ അത് നിന്റേതാണ്. ഇവൻ പ്രസവിച്ചതിന് ശേഷം നിന്നെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ വന്നു. അപ്പോഴാണ് എനിക്ക് കാർ ആക്സിഡന്റ് ആയി എല്ലാം മറന്നു പോയത് എന്ന് പറഞ്ഞു. എന്നാ ആ ഷുറയും നീയും തമ്മിൽ എന്താ ബന്ധം
എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അവനൊരു പ്രൊജക്റ്റ് നിന്റെ അടുത്ത് നിന്ന് കട്ടെടുക്കാൻ പറഞ്ഞിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. എന്നാ ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യമാണ്, ഞാൻ അഭിനയിച്ചതല്ല എന്ന് പറഞ്ഞു. ഹീറോയും മുഖം മാറുന്നു. എന്ത്, ആ പ്രൊജക്റ്റ് എടുക്കാനാണോ നീ വന്നത്? ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു. നീയും എന്നെ പൊട്ടനാക്കിയല്ലേ? ഇല്ല ഇല്ല, നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. പ്ലീസ് എന്നെ വിശ്വസിക്കേ. അതൊക്കെ അന്ന് നടന്നതാണ്. ഇപ്പൊ അവൻക്കും ഞാനും തമ്മിൽ എന്തോമില്ല. ഞാൻ നിന്നെ മാത്രമാണ് ലവ് ചെയ്തത് പറഞ്ഞു. ഇല്ല, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. നീ വീണ്ടും എന്നെ പൊട്ടനാക്കുന്ന പോലെ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് ഹീറോ കൺഫ്യൂഷനായി അവിടെ നിന്നും പോകുന്നു. വീട്ടിൽ പോയിട്ട് നടന്നെല്ലാം ഓർത്തോർത്ത് കള്ളു കുടിക്കുകയാണ്. ഞാൻ നിന്നെ എത്രത്തോളം സ്നേഹിച്ചു, എന്നിട്ട് നീ എന്നോട് കളവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഹീറോയിന് അടുത്തേക്ക് ആ കുട്ടികൾ ഓടി വന്നിട്ട്, അമ്മ നിങ്ങളും അച്ഛനും തമ്മിൽ പിരിയാൻ പോവാണോ? വേണ്ടമ്മ എന്ന് പറഞ്ഞ് കരയാണ്. ഹീറോയിൻക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ദെൻ ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഹീറോയെ കാണാൻ അവന്റെ അമ്മ വന്നിരിക്കുകയാണ്. വന്നിട്ട് നീ കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാൻ കഴിച്ചില്ല എന്ന് പറയുന്നു. ആ, നീ ഇറങ്ങിയോ? ബ്രേക്കപ്പ് ആയാ പിന്നെ ഒന്നും കഴിക്കില്ല. അവളും ഒന്നും കഴിക്കാതെ മയങ്ങി വീണു. എന്ത് മയങ്ങി വീണെന്നോ? ആ, അതിനിപ്പോ എന്താ, നിനക്കെന്താ പ്രശ്നം? പിന്നെ ഞാൻ എന്തിനാ വന്നതെന്നറിയോ? നിന്റെ കുട്ടികളുടെ ബർത്ത്ഡേ ആണ് നാളെ. അവർ രണ്ടുപേരും നീ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നീ പോയിട്ട് വാ എന്ന് പറഞ്ഞു. എന്തിനാ ഞാൻ പോകുന്നേ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് ഡേ ആയി. ബർത്ത്ഡേക്ക് രണ്ട് കുട്ടികളെ അച്ഛൻ വരുമെന്ന് പറഞ്ഞിരിക്കുകയാണേ. എന്നാൽ ഹീറോയെ കാണുന്നില്ല. എന്താ അമ്മ, അച്ഛൻ വരുമെന്ന് പറഞ്ഞിരിക്കുമ്പോ ആ ദാ വന്നല്ലോ എന്ന് പറഞ്ഞ് ഹീറോ പിന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോഴാണ് ആ രണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായത്. അച്ഛാ, നിങ്ങൾ വന്നോ? ഞങ്ങൾക്ക് വേണ്ടി വന്നോ? അമ്മ, അച്ഛൻ വന്നു. പെട്ടെന്ന് നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കേ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ രണ്ടാളുടെയും മുഖം വാടി. ഹീറോ പറഞ്ഞു, ഇങ്ങോട്ട് നോക്ക്, നിങ്ങളുടെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ കഴിച്ചാലും നിങ്ങൾ രണ്ടുപേരും എന്റെ കുട്ടികളാണ്. വാ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ആ, ഞങ്ങളുടെ ബർത്ത്ഡേക്ക് അച്ഛനും അമ്മയും ഒന്നാവണം എന്ന് പറഞ്ഞ് കേക്ക് കട്ട് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പൊ ഹീറോയിന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞു. അതൊന്നും പറയണ്ട, എനിക്കിപ്പോ ആരെ വിശ്വസിക്കണമെന്ന് അറിയുന്നില്ല. നീ പിന്നെയും എന്നെ പൊട്ടനാക്കുന്ന പോലെ തോന്നുന്നു. ഹീറോ പറഞ്ഞു, എന്നോട് ക്ഷമിക്ക്, ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഹീറോയിൻ അവിടെ നിന്ന് പോകുമ്പോൾ ആ ഷുറയില്ലേ, അവൻ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നു. എന്താന്ന് വെച്ചാൽ വീണ്ടും ഹീറോയും ഒന്നാവുന്നത് പോലെ തോന്നി. അതുകൊണ്ട് അവൻ കിഡ്നാപ്പ് ചെയ്യുന്നു. വേറൊരു സ്ഥലത്ത് ഹീറോ സത്യത്തിൽ ആരാണ് നമ്മുടെ പ്രൊജക്റ്റ് എടുത്തതെന്ന് പറഞ്ഞ് വിശാലമായി അന്വേഷിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ എടുത്തത് ഫേക്കാണ്, ഒറിജിനൽ ആ ഡയറക്ടറാണ് എടുത്തതെന്ന് മനസ്സിലാക്കുന്നു. സോ അവളുടെ മേലെ പോലീസിന് കംപ്ലൈന്റ് കൊടുക്കുന്നു. ഇപ്പോഴാണ് ഹീറോയ്ക്ക് ഹീറോയിൻ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. സോ ഹീറോയിനോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് കോൾ ചെയ്യുന്നു. അപ്പൊ ഹീറോയുടെ ആണ് കോൾ അറ്റൻഡ് ചെയ്തത്. ശരി, അവൾ എവിടെ എന്ന് ചോദിക്കുന്നു. അതെന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അവളെ കാണാനില്ല, എങ്ങോട്ട് പോയതാന്ന് എനിക്ക് അറിയില്ല. പോടാ, നിങ്ങളുടെ തിരക്കിന് നടുവിൽ ഞാനില്ല. ബട്ട് ഹീറോ ഉടനെ കാണാനില്ലെന്നോ, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറയുന്നു. ബട്ട് ഹീറോയിൻ ഇപ്പൊ എവിടെയാണെന്ന് നോക്കിയാൽ തായ്ലാന്റിലാണ്. അവിടെ ഷുറ കടത്തിക്കൊണ്ടു പോയതാണ്. ഇപ്പൊ ഹീറോയിൻ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഉടനെ ഷോക്കാവുന്നു. അവളൊരു കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് ചർച്ചിലാണ് ഉള്ളത്. അവൻ, നീ എന്താ പറഞ്ഞത്? ഞാൻ ലവ് ചെയ്യുന്നില്ല എന്നല്ലേ? പേടിക്കണ്ട, ഇനി ഞാൻ എന്താണ് ലവ് എന്നുള്ളത് പഠിച്ചോളാം എന്ന് പറയുന്നു. അയ്യോ, കൈ എടുക്ക്, നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? നിനക്കും എനിക്കും ഇടയിൽ ഒന്നും, ഞാൻ ഷിയുടെ കൂടെ ഉള്ളപ്പോഴാണ് സന്തോഷപ്പെടുന്നത്. നമ്മൾ തമ്മിൽ ഒന്നുമില്ല, ഒന്നും വർക്കൗട്ട് ആവില്ല. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് പറഞ്ഞു. എന്ത്, അവന്റെ കൂടെ ഉള്ളപ്പോഴാണ് സന്തോഷമെന്നോ? എന്നാ നിന്നെ ഞാൻ നല്ല രീതിയിലല്ലേ നോക്കുന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? സമ്മതിക്കുന്നേ ഇല്ല. നിനക്ക് എന്നെ ഇഷ്ടമാകും, ഞാൻ നിന്നെ നല്ല രീതിയിൽ നോക്കും. ഇങ്ങോട്ട് നോക്ക്, നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമല്ലേ? പറ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇല്ല, എനിക്ക് സമ്മതമല്ല, കല്യാണം കഴിക്കാൻ സമ്മതമല്ല എന്ന് പറഞ്ഞ് കരയുന്നു. ബട്ട് അവൻ വിടുന്നേ ഇല്ല. സമ്മതം പറ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവൾ കരയാൻ തുടങ്ങി. ഈ സമയത്ത് മേലെ നിന്ന് ടപ്പ് ടപ്പേന്നൊരു സൗണ്ട് കേൾക്കുന്നു. എന്താന്ന് നോക്കുമ്പോൾ പുറത്തെ ഹീറോ ഹെലികോപ്റ്ററിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. അവൻ ഹീറോയിനെ നോക്കി, നിനക്ക് വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾക്ക് സന്തോഷമായത്. അവനെ തള്ളിയിട്ടിട്ട് അവിടുന്ന് വേഗം ഓടുന്നു. അപ്പൊ ഹീറോ ഓപ്പോസിറ്റ് ഓടി വരുന്നു. അവൾ ഓടുമ്പോൾ പിന്നെ ഷുറ, ഇത് എൻ്റെ കയ്യിലുള്ളത് എല്ലാം ഇവരെടുത്തു, ഇവിടെ ഇല്ലാതായ അതിന്റെ വേദന ആ ഷീയും മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഗണ്ണെടുത്ത് അവളെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയും വീഴുന്നു. ഹീറോയ്ക്ക് എന്താ ചെയ്യേണ്ടത് അറിയുന്നില്ല. നിനക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ, എന്നോട് ക്ഷമിക്കേ എന്ന് പറഞ്ഞ് വീഴുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇല്ല, നീ എന്നെ വിട്ടു പോവല്ലേ എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ സ്ഥലത്തേക്ക് പോലീസും വന്ന് ആ ഷുറയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. അവനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവൾ നേരെ കോമ സ്റ്റേജിലേക്ക് പോകുന്നു. കട്ട് ചെയ്ത് 3 മാസം കഴിഞ്ഞ് കാണിക്കുന്നു. നമ്മുടെ ഹീറോ വല്ലാണ്ട് ഫീൽ ചെയ്ത് വീടിന്റെ പുറത്ത് നിൽക്കുകയാണ്. എന്തെന്നാ 3 മാസമായിട്ടും ഇപ്പോഴും ഹീറോയിൻ കോമ സ്റ്റേജിൽ തന്നെയാണ് ഉള്ളത്. കണ്ണ് തുറക്കുന്നേ ഇല്ല. അപ്പോൾ അച്ഛാ, അമ്മ എഴുന്നേറ്റു എന്ന് കുട്ടികൾ ഉറക്കെ വിളിക്കുന്നു. അവൾ ഭയങ്കര സന്തോഷത്തോടെ ഓടി വന്നിട്ട് നോക്കുമ്പോൾ ഹീറോയിൻ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്.
കരയുകയാണേ. അവൻ പെട്ടെന്ന് പോയി ഹഗ് ചെയ്യുന്നു. നിനക്കൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അവൾ ഉടനെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. വിശക്കുന്നോ? ശരി, ഞാൻ ഉണ്ടാക്കി തരാം, നിനക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ വീണ്ടും ഹഗ് ചെയ്യുന്നു. ഇവിടെ കൂടി നിന്ന് എല്ലാവർക്കും ഇത് കണ്ട് കരച്ചിൽ വന്നു. ദെൻ സീൻ കട്ട് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞ് എന്താണ് നടക്കുന്നതെന്ന് കാണിക്കുന്നു. ഇപ്പൊ എല്ലാം ബാക്ക് ടു നോർമൽ ആയി. ഹീറോയിനും കുട്ടികളെ കൂട്ടി പുറത്ത് പിക്നിക്കിന് വന്നതാണ്. കുട്ടികളെല്ലാം സന്തോഷത്തോടെ കളിക്കാണ്. ഡാർലിംഗ്, ഇത് നിനക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കി, കാണാൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നു. അഴകാണ്, നിന്നെ പോലെ എന്ന് പറഞ്ഞ് ഹീറോയെ കിസ് ചെയ്യുന്നു. കുട്ടികൾ ഇത് കണ്ട് ചിരിക്കാണ്. ആൻഡ് ഫൈനലി ഇതോടെ ഈ ഡ്രാമ കഴിയുന്നു. എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഇവിടെ ഒത്തുചേർന്നു. ഇങ്ങനെയാണ് ഈ ഡ്രാമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായ കമന്റ് ചെയ്യോ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കളോ. വേറൊരു അടിപൊളി ഡ്രാമയായി വരുന്നത് വരെ ഓക്കെ, ബൈ.